നമസ്തേ. മഹാഭാരതത്തിലേക്ക് വീണ്ടും സ്വാഗതം. കാശ്മീർ ഭാരതത്തിൻ്റെ അവിഭാജ്യ ഘടകമെന്ന് ആവർത്തിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയപ്പോൾ ചോരപ്പുഴ ഒഴുകുമെന്ന് പ്രചരിപ്പിച്ചവർക്ക് മറുപടിയില്ലെന്നും അമിത്ഷാ പറഞ്ഞു. രാഹുൽ അമേഠിയിലും പ്രിയങ്ക റായ്ബറേലിയിലും മത്സരിക്കണമെന്ന സമ്മർദ്ദം ശക്തമാക്കി ഉത്തർപ്രദേശിലെ കോൺഗ്രസ്. തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിന് ശേഷം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഇന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. അതേസമയം രാഹുലിനെ വെല്ലുവിളിച്ച് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. രാഹുൽ മുംബൈ നോർത്ത് മണ്ഡലത്തിൽ തനിക്കെതിരെ മത്സരിക്കണമെന്ന് പീയൂഷ് ഗോയൽ ആവശ്യപ്പെടുന്നു. സമ്പൂർണ്ണമായൊരു വാർത്താ ദിനമാണ് ദേശീയ രംഗത്ത് ഇന്നുണ്ടായിരിക്കുന്നത്. ഇനി വിശദമായ വാർത്തകളിലേക്ക്. കാശ്മീർ ഭാരതത്തിൻ്റെ അവിഭാജ്യ ഘടകമെന്ന് ആവർത്തിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയപ്പോൾ ചോരപ്പുഴ ഒഴുകുമെന്ന് പ്രചരിപ്പിച്ചവർക്ക് മറുപടിയില്ലെന്നും അമിത്ഷാ ചൂണ്ടിക്കാട്ടി. മൂന്നാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഗുജറാത്തിലെ പ്രചരണ പരിപാടിയിലാണ് ആഭ്യന്തരമന്ത്രിയുടെ വിമർശനം. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയപ്പോൾ ചോരപ്പുഴ ഒഴുകുമെന്ന് പ്രചരിപ്പിച്ചവർക്ക് മറുപടിയില്ലാതായെന്ന് അമിത്ഷാ വ്യക്തമാക്കി. കഴിഞ്ഞ 5 വർഷമായി ഒരു കല്ല് പോലും എറിയാൻ ആരും മുതിർന്നില്ല. കോൺഗ്രസ് ഭരണത്തിൽ ബോംബുകൾ പൊട്ടുന്നത് നിരന്തര കാഴ്ചയായിരുന്നെങ്കിൽ ഉറി പുൽവാമ ആക്രമണങ്ങൾക്ക് മറുപടി നൽകിയതിൽ പിന്നെ എല്ലാം ശാന്തം. ഗുജറാത്തിലെ രാജ്കോട്ടിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിലാണ് കോൺഗ്രസിനെതിരെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രൂക്ഷ വിമർശനങ്ങൾ ആവർത്തിച്ചത്. તમે આ દેશને હજી ઓળખી નથી શક્યા. મારા જામ કંડોરણાનો એક એક છોકરો કાશ્મીર માટે પોતાનો જીવ આપવા માટે તૈયાર છે. ભાઈઓ, જીવ. ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂടുപിടിക്കുകയാണ്. കോൺഗ്രസിന്റെ നയങ്ങളെ ഓരോന്നായി കീറിമുറിച്ചുള്ള വിമർശനങ്ങളാണ് BJP നേതാക്കൾ തൊടുക്കുന്നത്. കാശ്മീർ വിഷയത്തിൽ കോൺഗ്രസിന്റെ കാഴ്ചപ്പാടുകൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ പലകുറി തുറന്നു കാട്ടിയതാണെങ്കിലും തെരഞ്ഞെടുപ്പ് കാലത്ത് ചെയ്യുന്ന ഓരോ അസ്ത്രങ്ങൾക്കും മൂർച്ച കൂടും. ജനം, ഡൽഹി. രാഹുൽ അമേഠിയിലും പ്രിയങ്ക റായ്ബറേലിയിലും മത്സരിക്കണമെന്ന ആവശ്യം ശക്തമാക്കി ഉത്തർപ്രദേശ് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി. കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിന് ശേഷം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായേക്കും. അതേസമയം വയനാട് തൻ്റെ വീടാണെന്ന് പ്രഖ്യാപിച്ച രാഹുൽ അമേഠിയിൽ തിരിച്ചെത്തിയാൽ ജനങ്ങൾ സ്വീകരിക്കില്ലെന്ന് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി പ്രതികരിച്ചു. അമേഠിയിലും റായ്ബറേലിയിലും നെഹ്റു കുടുംബത്തിലെ ആരും മത്സരിക്കില്ലെന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നെങ്കിലും രാഹുലും പ്രിയങ്കയും മത്സരിക്കണമെന്ന പാർട്ടിക്കുള്ളിൽ സമ്മർദ്ദം ശക്തമാവുകയാണ്. പ്രധാനപ്പെട്ട നേതാക്കൾ മത്സരിച്ചില്ലെങ്കിൽ പ്രവർത്തകരുടെ ആവേശം ഇല്ലാതാകുമെന്നും സിറ്റിംഗ് സീറ്റായ റായ്ബറേലിയും നഷ്ടപ്പെടുമെന്നും ഉത്തർപ്രദേശ് സംസ്ഥാന കമ്മിറ്റി ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. 2019 അമേഠിയിലേറ്റ കനത്ത പരാജയമാണ് 2 മണ്ഡലങ്ങളിലും മത്സരിക്കുന്നതിൽ നിന്ന് നെഹ്റു കുടുംബം വിട്ടുനിൽക്കാൻ കാരണം. 2 മണ്ഡലങ്ങളിലും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി മെയ് 3 അതുകൊണ്ട് തന്നെ ഇന്ന് ഡൽഹിയിൽ ചേരുന്ന കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിന് ശേഷം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സൂചന. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിറകെ രാഹുലും പ്രിയങ്കയും അയോധ്യയിൽ രാമക്ഷേത്രം സന്ദർശിക്കുമെന്നും റിപ്പോർട്ടുണ്ട്. വയനാട്ടിലും കേരളത്തിലും വോട്ടെടുപ്പ് പൂർത്തിയായതോടെ കോൺഗ്രസ് ക്ഷേത്രം സന്ദർശിക്കാനും രാമഭക്തരുടെ വോട്ട് നേടാനും ശ്രമിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രിയും അമേഠിയിലെ BJP സ്ഥാനാർത്ഥിയുമായ സ്മൃതി ഇറാനി വിമർശിച്ചു. വയനാട് തന്റെ വീടാണെന്ന് പ്രഖ്യാപിച്ച രാഹുൽ അമേഠിയിൽ തിരിച്ചെത്തിയാൽ ജനങ്ങൾ സ്വീകരിക്കില്ലെന്നും സ്മൃതി ഇറാനി പറഞ്ഞു. ജനം, ഡൽഹി. കോൺഗ്രസ് നേതാവ് രാഹുലിനെ വെല്ലുവിളിച്ച് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ധൈര്യമുണ്ടെങ്കിൽ രാഹുൽ മുംബൈ നോർത്ത് മണ്ഡലത്തിൽ തനിക്കെതിരെ മത്സരിക്കണമെന്ന് പീയൂഷ് ഗോയൽ ആവശ്യപ്പെട്ടു. അമേഠിയിലോ വാരാണസിയിലോ രാഹുലിന് മത്സരിക്കണമെങ്കിൽ അതുമാവാം. അതും പീയൂഷ് ഗോയൽ തന്നെയാണ് വ്യക്തമാക്കുന്നത്. വയനാട്ടിൽ മത്സരിച്ച രാഹുൽ മറ്റേതെങ്കിലും മണ്ഡലങ്ങളിൽ മത്സരിക്കുമോ എന്ന ചോദ്യം നിലനിൽക്കവെയാണ് രാഹുലിനെ വെല്ലുവിളിച്ച് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ രംഗത്തെത്തിയത്. തന്റെ എതിരാളിയായി മുംബൈ നോർത്ത് മണ്ഡലത്തിൽ രാഹുൽ മത്സരിക്കാൻ തയ്യാറാണെങ്കിൽ ഇരുകൈ നീട്ടി സ്വാഗതം ചെയ്യുമെന്ന് പീയൂഷ് ഗോയൽ പറഞ്ഞു. അമേഠിയിൽ മത്സരിച്ചാൽ സ്മൃതി ഇറാനി മുട്ടുകുത്തിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ധൈര്യമുണ്ടെങ്കിൽ പ്രധാനമന്ത്രിക്കെതിരെ വാരണാസിയിൽ രാഹുൽ മത്സരിക്കണമെന്നും പീയൂഷ് ഗോയൽ ആവശ്യപ്പെട്ടു. राहुल गांधी जी मेरे क्षेत्र में आए, उत्तर मुंबई में, और लड़े. वो चाहे तो उत्तर मुंबई भी आए, अमेठी भी आए, बनारस में लड़े ना. हिम्मत है तो बनारस में लड़के दिखाए. जिस कॉन्स्टिट्यूएंसी में लड़ना चाहे उनका स्वागत है, खुले दिल से और खुले आम स्वागत है. और मुझे लगता है उन्होंने 4-5 कॉन्स्टिट्यूएंसी से लड़ना चाहिए. कोई शायद तुक्के में एक आध आ जाए, क्योंकि वायनाड से तो हार रहे हैं.
രാമസേതു നശിപ്പിക്കാൻ ശ്രമിച്ച കോൺഗ്രസുകാർ ശ്രീരാമചന്ദ്രന്റെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്തു. രാഹുൽ അയോധ്യയിൽ പോകുന്നതിൽ തെറ്റില്ലെന്ന് പറഞ്ഞ പീയൂഷ് ഗോയൽ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞ വാക്കുകൾക്ക് ശ്രീരാമനോട് അവിടെ എത്തി മാപ്പപേക്ഷിക്കണമെന്നും കൂട്ടിച്ചേർത്തു. മഹാരാഷ്ട്രയിലെ 11 മണ്ഡലങ്ങളിലാണ് മെയ് 7-ന് തെരഞ്ഞെടുപ്പ് നടക്കുക. ഈ മണ്ഡലങ്ങളിൽ പ്രചരണത്തിനെത്തുന്ന BJP നേതാക്കൾ രൂക്ഷമായ വിമർശനങ്ങളാണ് കോൺഗ്രസിനെതിരെ ഉയർത്തുന്നത്. ജനം, ഡൽഹി. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും എസ് നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദഗോപൻ, ആദ്യം ഈ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പ് പുതിയൊരു വിവരം നമുക്ക് ലഭിക്കാനുണ്ട്. കാരണം നേരത്തെ നന്ദഗോപൻ തന്നെ സൂചിപ്പിച്ചു, വാർത്തകളിലെല്ലാം തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. അതായത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ റായ്ബറേലിയിലെയും അതുപോലെ അമേഠിയിലെയും സീറ്റുകൾ സംബന്ധിച്ചൊരു തീരുമാനമുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. എന്താണ് അത് സംബന്ധിച്ച വിവരങ്ങൾ? എങ്ങനെയാണ് യോഗം പുരോഗമിക്കുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഐസൻ, കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം AICC ആസ്ഥാനത്ത് ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. പ്രധാനമായും അമേഠിയിലും റായ്ബറേലിയിലും ആര് മത്സരിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് യോഗം ചേരുന്നത്. അമേഠിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുവാനുള്ള സാധ്യതകളാണ് ഇതുവരെയായിട്ടും ലഭ്യമായ സൂചനകൾ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അമേഠിയിൽ രാഹുൽ മത്സരിക്കണമെന്നുള്ളൊരു വികാരം അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ ഇതിനോടകം തന്നെ ഉയർത്തിക്കഴിഞ്ഞു. അതുമാത്രമല്ല, ഇതിനോടകം തന്നെ അവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ്റെ ഒരു വീഡിയോ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി എല്ലാ പ്രചരണങ്ങളും ഇവിടെ തയ്യാറായി എന്നുള്ള വീഡിയോ അടക്കം ഇതിനോടകം തന്നെ പ്രചരിച്ചു കഴിഞ്ഞു. അങ്ങനെ അമേഠിയിലെ താഴെത്തട്ടിലുള്ള നേതാക്കൾക്ക് രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കണം, ആ മണ്ഡലം തിരിച്ചു പിടിക്കണം, സ്മൃതി ഇറാനിയെ മുട്ടുകുത്തിക്കണം എന്നുള്ള ആവശ്യം ആണ് പ്രധാനമായും ഈ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കളുടെ ഒരു വികാരം എന്നുള്ളത്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ നേതൃനിരയിൽ നിന്നുള്ള ഒരു തീരുമാനം ഉണ്ടാകുമോ എന്നറിയാൻ വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ഏതായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ ലഭ്യമായ സൂചനകൾ പ്രകാരം രാഹുൽ ഇതിനോടകം തന്നെ വയനാട്ടിൽ മത്സരിച്ചെങ്കിലും അമേഠിയിൽ കൂടി മത്സരിക്കുവാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ഈ AICC ആസ്ഥാനത്ത് നിന്നുള്ള അത്തരം സൂചനകളാണ് ഇതിനോടകം തന്നെ ലഭ്യമാകുന്നത്. പ്രധാനമായും മണ്ഡലം തിരിച്ചു പിടിക്കണമെന്നുള്ള ഒരു വികാരം തന്നെയാണ് കോൺഗ്രസിനുള്ളിൽ നിൽക്കുന്നത്. കഴിഞ്ഞ 2019 55,000 വോട്ടുകളോടെ ഭൂരിപക്ഷത്തോടെ സ്മൃതി ഇറാനി ജയിച്ച മണ്ഡലം, അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്നും പിടിച്ചെടുത്ത മണ്ഡലം, ആ മണ്ഡലത്തിൽ 2019 വരെയുള്ള ഒരു അവസ്ഥയല്ല ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഈ ഭരണമാറ്റം കൊണ്ടുണ്ടായത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനാൽ തന്നെ അമേഠിയിൽ സ്മൃതി ഇറാനിക്കെതിരെ മത്സരിക്കുക അത്ര എളുപ്പമല്ല, അല്ലെങ്കിൽ സ്മൃതി ഇറാനിയെ തോൽപ്പിക്കുക അത്ര എളുപ്പമല്ല എന്നുള്ളൊരു സാഹചര്യം കൂടി അമേഠിയിൽ നിന്നുള്ള നേതാക്കൾ ഈ AICC ആസ്ഥാനത്ത് ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന നേതൃനിരയിലുള്ളവരെ അറിയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഇതെല്ലാം ചർച്ചാ വിഷയമാക്കി അവിടുത്തെ വിജയപരാജയ സാധ്യതകളൊക്കെ തന്നെ കീറി മുറിച്ച് പരിശോധിച്ച ശേഷം മാത്രമാകും AICC നേതൃത്വത്തിൽ നിന്നും ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം തന്നെ ഒരു വിഭാഗം നേതാക്കളുടെ ഒരു വികാരം, അവിടെ പരാജയപ്പെട്ടാൽ തന്നെയും അത് സ്മൃതി ഇറാനിയോട് പരാജയപ്പെടുന്നത് അതിലൊരു അഭിമാനമായി കാണേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് എന്നുള്ളതാണ് ഈ പല പ്രാദേശിക നേതാക്കൾ, അവിടെ നിന്നും കോൺഗ്രസിൻ്റെ നേതാക്കൾ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ആ വികാരം കൂടി പരിഗണിച്ച് വേണം കോൺഗ്രസ് നേതൃത്വം ഒരു തീരുമാനമെടുക്കാനുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ അവിടുത്തെ PCC നേതൃത്വത്തിനും ഉള്ളത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ റായ്ബറേലിയിലും ആര് മത്സരിക്കണമെന്നുള്ള കാര്യമാണ് ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുന്നത്. അവിടെ പ്രിയങ്ക ഗാന്ധിയുടെ പേര് പലകുറി പറഞ്ഞു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പലതും ഇതിനോടകം തന്നെ നടന്നു കഴിഞ്ഞു. എന്നാൽ അത് ആ ഒരു വിഷയത്തിലേക്കും ഒരു അന്തിമ തീരുമാനം ഉണ്ടാകാൻ കഴിയില്ല. സ്വാഭാവികമായും അവിടെ റായ്ബറേലിയിൽ പ്രിയങ്ക മത്സരത്തിന് എത്തിയാൽ അവിടെ വലിയ ആരോപണങ്ങൾ പ്രിയങ്കയ്ക്കെതിരെ ഉയരാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, പ്രിയങ്കയുടെ ഭർത്താവുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങളൊക്കെ വീണ്ടും പൊങ്ങി വരാൻ സാധ്യതയുണ്ട്. അത് ദേശീയ തലത്തിൽ മറ്റ് 5 ഘട്ടങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. അവിടെ എല്ലാം ഇത് ബാധിക്കും. അതിനാൽ തന്നെ ഈ റായ്ബറേലിയിലെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ചിട്ടുള്ള തീരുമാനം പോലും വളരെ കൃത്യമായി തന്നെ അളന്നുകുറിച്ച് കോൺഗ്രസ് ചുവടുവെക്കൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും ഇന്ന് രാത്രി തന്നെ ഒരുപക്ഷെ തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നാളെ രാവിലെ ഇതുമായി ബന്ധപ്പെട്ട വാർത്താക്കുറിപ്പ് ഒരുപക്ഷെ AICC നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടായി. നന്ദൻ, ഈ അമേഠിയിലെ മത്സരിക്കുന്ന ആ വേളയിൽ അമേഠിയിൽ വീണ്ടും മത്സരിക്കാൻ ശ്രമിക്കുന്നു എന്ന് രാഹുൽ ഗാന്ധിയുടെ ആ ഒരു നിലപാട് നേരത്തെ തന്നെ ചില സൂചനകളായി പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ സ്മൃതി ഇറാനിയുമായി നമ്മുടെ ജനം TVക്ക് നൽകിയ അഭിമുഖത്തിൽ പോലും അവർ വളരെ വ്യക്തമായി ഇതിനെ വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം വയനാടിനെ ഉപേക്ഷിക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ സൂചനകളിൽ നിന്നെല്ലാം തന്നെ വായിച്ചെടുക്കേണ്ടത് വയനാടിനെ ഉപേക്ഷിക്കുമെന്ന് തന്നെയല്ലേ? എന്താണ് നന്ദഗോപൻ അത് സംബന്ധിച്ചൊരു നിരീക്ഷണം നടത്തുന്നത്?
ഇന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ ഭാഗത്തു നിന്നൊരു പ്രതികരണം ഉണ്ടായിരുന്നു. അതായത് രാഹുൽ ഏതാണ്ട് 4-5 മണ്ഡലങ്ങളിൽ മത്സരിക്കുവാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. വയനാട് എന്തായാലും BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനോട് രാഹുൽ പരാജയപ്പെടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ പരാജയപ്പെടുന്ന രാഹുൽ മറ്റ് സുരക്ഷിതമായ മണ്ഡലങ്ങൾ തേടുകയാണ്. രാഹുലിനെ മുംബൈ നോർത്തിലേക്ക് മത്സരിക്കുവാൻ താൻ ക്ഷണിക്കുന്നതായിട്ടും ഇന്ന് അദ്ദേഹം പീയൂഷ് ഗോയൽ വ്യക്തമാക്കി. മാത്രമല്ല അമേഠിയിൽ മത്സരിക്കണമെങ്കിൽ അതിനും തയ്യാറാണ്. അവിടെ സ്മൃതി ഇറാനി രാഹുലിനെ മുട്ടുകുത്തിക്കുമെന്നുള്ള കാര്യത്തിൽ തനിക്ക് തർക്കമില്ല. ഇനി അതല്ല, പ്രധാനമന്ത്രിയോടൊപ്പം അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ വാരണാസിയിൽ മത്സരിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ മത്സരിക്കുവാനും ഇന്ന് പീയൂഷ് ഗോയൽ വെല്ലുവിളിക്കുന്നു. അതേപോലെ തന്നെ BJPയുടെ വക്താവായ അമിത് മാളവ്യ അടക്കം ഇതിനോടകം തന്നെ ട്വീറ്റ് ചെയ്തൊരു സംഭവം, അതായത് പ്രധാനമായും ഈ വയനാടിലെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് രാഹുൽ മറ്റ് മണ്ഡലങ്ങൾ തേടി പോകാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ള ആരോപണങ്ങൾ BJPയുടെ അമിത് മാളവ്യ അടക്കം നേരത്തെ ഉന്നയിച്ചിരുന്നു. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം അത്തരം ആരോപണങ്ങളാണ് രാഹുലിനെതിരെ ഉന്നയിക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വ്യക്തതകൾ രാഹുൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളൊന്നും വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രാഹുലിൻ്റെ പ്രതികരണങ്ങൾ അത് AICC നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുമുള്ള നടപടികൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിന് ശേഷം മാത്രമേ രാഹുൽ ഈ വിഷയത്തിൽ പ്രതികരിക്കൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഈ വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് രാഹുൽ അമേഠിയിലേക്കോ അല്ലെങ്കിൽ റായ്ബറയിലേക്കോ പോകും എന്നുള്ള ആരോപണങ്ങൾ ആദ്യം മുതൽക്ക് തന്നെ, അതായത് അത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിലും അതേപോലെ തന്നെ ആ വേളയിൽ വളരെ വലിയ ചർച്ചയായ ഒരു വിഷയം തന്നെയാണ്. ഏതായാലും അത് ഏതാണ്ട് അത്തരം ആരോപണങ്ങൾ അല്ലെങ്കിൽ ആ ആരോപണങ്ങൾ BJP ഉന്നയിച്ച അത്തരം ആക്ഷേപങ്ങൾ അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു, അല്ലെങ്കിൽ അതിന് ഇനി ചിലപ്പോൾ മണിക്കൂറുകൾ മാത്രമേ വേണ്ടിവരൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഐസ തീർച്ചയായും നന്ദൻ, വെല്ലുവിളികൾ സ്വീകരിച്ച് രാഹുൽ ഗാന്ധി തൻ്റെ രംഗത്ത് ശോഭിക്കുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഇതുതന്നെയായാലും അടുത്ത വാർത്തകളിലേക്ക് നമുക്ക് കടക്കാം. മുഴുവൻ മുസ്ലിം വിഭാഗങ്ങളെയും പിന്നാക്ക വിഭാഗങ്ങളിൽ ഉൾപ്പെടുത്തിയതിനെ ന്യായീകരിച്ച് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. നടപടിയിൽ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ എതിർപ്പ് രേഖപ്പെടുത്തിയിരുന്നു. മുസ്ലിം വിഭാഗങ്ങളെ ഉൾപ്പെടുത്തിയത് മതാധിഷ്ഠിതമല്ലെന്നാണ് കർണാടക മുഖ്യമന്ത്രിയുടെ വാദം. 37ഓളം മുസ്ലിം വിഭാഗങ്ങളെ കർണാടക സർക്കാർ പിന്നാക്ക വിഭാഗങ്ങളിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇതോടെ സംസ്ഥാനത്തെ മുഴുവൻ ഇസ്ലാം മതവിശ്വാസികളും പിന്നാക്ക വിഭാഗത്തിൽ ഉൾപ്പെട്ടു. ശക്തമായ എതിർപ്പാണ് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ നടപടിയിൽ അറിയിച്ചത്. പ്രശ്നം ദേശീയ തലത്തിൽ ചർച്ചയാകുകയും തെരഞ്ഞെടുപ്പ് വിഷയം പോലും ആകുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് സിദ്ധരാമയ്യയുടെ പ്രതികരണം. കർണാടകയിൽ സംവരണം മതാധിഷ്ഠിതമല്ലെന്ന ന്യായീകരണമാണ് അദ്ദേഹം നിരത്തുന്നത്. See, according to Article 15 and 16, those who are not got the opportunities and those who are backward, socially, educationally backward, such people are entitled for the reservation. That's the constitution. There is no mention of Hindu or Muslim or Sikh or any. All citizens of the country are entitled for the reservation as per the Article 15 and 16. Isn't it? Huh? So, Mr. Narendra Modi ji is lying. In order to polarize the votes, he is making this statement. He is desperate. 5 ഘടകങ്ങളായി വിഭജിച്ച പിന്നാക്ക വിഭാഗ പട്ടികയാണ് കർണാടകയിൽ ഉള്ളത്. പട്ടിക 1-ൽ 17 മുസ്ലിം വിഭാഗങ്ങളും രണ്ടാം പട്ടികയായ 2B-യിൽ 19 മുസ്ലിം വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തി. ദേശീയ തലത്തിൽ ഉൾപ്പെടെ വൻ എതിർപ്പാണ് നടപടി വിളിച്ചു വരുത്തിയത്. നാഷണൽ ഡെസ്ക്, ജനം. കോൺഗ്രസും സഖ്യകക്ഷികളും രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് യോഗി ആദിത്യനാഥ്. OBC സംവരണത്തിൻ്റെ പേരിൽ മുസ്ലിംകൾക്ക് അനർഹമായ ആനുകൂല്യങ്ങളാണ് കോൺഗ്രസ് നൽകുന്നത്. പാരമ്പര്യ നികുതിയെക്കുറിച്ചും സ്ത്രീകളോടുള്ള ഏറ്റവും വലിയ അനാദരവാകുന്ന മുത്തലാഖ് ആശയം തിരികെ കൊണ്ടുവരുന്നതിനെക്കുറിച്ചുമാണ് ഇവർ സംസാരിക്കുന്നതെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു. രാജ്യത്തിൻ്റെ രാഷ്ട്രീയം താലിബാൻവൽക്കരിക്കാനാണ് ഇരുവരും ശ്രമിക്കുന്നതെന്നും യോഗി ആദിത്യനാഥ് വ്യക്തമാക്കി. अगर अपनी संपत्ति अर्जित की है, घर बनाया है, कोई प्रॉपर्टी बनाई है, खास तौर पर हमारी माताएं बहनें अपने लिए जेवर खरीदती हैं, उसको ये अपने अधिकार में ले लेंगे. विरासत जो बाप दादों की कमाई है उसका आधा ये लोग हड़प लेंगे. और तीसरा, व्यक्तिगत कानून, पर्सनल लॉ को पुनः लागू करने की बात, 3 तलाक की कुप्रथा को मोदी जी ने समाप्त किया. ये कहते हैं हम फिर से लागू करेंगे. यानी महिलाओं का इससे बड़ा अपमान हो ही नहीं सकता. तो स्वाभाविक रूप से इस देश का विभाजन जिन कारणों से हुआ था, अगर कोई राजनीतिक दल आज के दिन पर
भी उन मुद्दों का उल्लेख करते हुए देश को उधर ले जाने का प्रयास करेगा तो उसका विरोध हर हाल में होगा। भारत के अंदर नक्सलवाद पूरी तरह समाप्ति की ओर है। अगर नक्सली और माओवादी प्रवृत्ति को फिर से भारत के अंदर पनपाने का प्रयास होगा, उसका पुरजोर विरोध होगा। भारतीय जनता पार्टी इसको कतई स्वीकार नहीं कर सकती। देश के अंदर यहां की जनता जनार्दन की संपत्ति पर, भ्रष्टाचारियों की संपत्तियों के खिलाफ कार्रवाई पहले से सरकार कर रही है। उनके एक एक पाई का हिसाब होगा। സിഖ് നേതാക്കൾ കൂട്ടത്തോടെ ബി.ജെ.പിയിൽ. ഗുരുദ്വാര പ്രബന്ധ കമ്മിറ്റിയുടെ 7 പ്രമുഖ നേതാക്കളാണ് പാർട്ടി അംഗത്വം സ്വീകരിച്ചത്. ഡൽഹി ബി.ജെ.പി ആസ്ഥാനത്ത് ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദയുടെ സാന്നിധ്യത്തിലായിരുന്നു ബി.ജെ.പി പ്രവേശനം. जो बोले सो निहाल, जो बोले सो निहाल. പഞ്ചാബിലെയും ഡൽഹിയിലെയും ഗുരുദ്വാര പ്രബന്ധ കമ്മിറ്റിയുടെ 7 പ്രമുഖ നേതാക്കളാണ് ബി.ജെ.പിയിൽ അംഗത്വം സ്വീകരിച്ചത്. ജസ്ബിന്ദർ സിംഗ് നോനി, ഉപേന്ദ്ര സിംഗ് തുടങ്ങിയ നേതാക്കൾക്കൊപ്പം 1000-ഓളം സിഖ് വിശ്വാസികൾ ബി.ജെ.പിയുടെ ഭാഗമായി. ബി.ജെ.പി ദേശീയ അധ്യക്ഷൻ ജെ.പി. നഡ്ഡ, ദേശീയ ജനറൽ സെക്രട്ടറി തരുൺ ജുഗ് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് പാർട്ടി അംഗത്വം സ്വീകരിച്ചത്. സിഖ് സമൂഹത്തെ വഞ്ചിക്കുന്ന സമീപനമാണ് എക്കാലവും കോൺഗ്രസ് കൈക്കൊണ്ടതെന്ന് ജെ.പി. നഡ്ഡ വിമർശിച്ചു. मैं भी दिल्ली में था उस समय जब सन 84 में मैंने वो घटना देखी है, किस तरीके से मानवता का गला घोटा जा रहा था और किस तरीके से इंसानियत का गला घोटा जा रहा था. और 1984 के राइट्स पर प्रधानमंत्री जी ने SIT बैठाई और ये प्रधानमंत्री जी के काल में हुआ कि सन 84 के दोषी आज जेल में हैं. यह भी काम किया तो प्रधानमंत्री मोदी जी ने किया. പരമ്പരാഗതമായി കോൺഗ്രസിനെയും ശിരോമണി അകാലിദളിനെയും പിന്തുണയ്ക്കുന്ന സിഖ് വിഭാഗമാണ് ബി.ജെ.പിയിലെത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിലും ഡൽഹിയിലും ബി.ജെ.പിക്ക് ഇത് കരുത്തു പകരും. 1984 ഇന്ദിരാവധത്തെ തുടർന്ന് ഡൽഹിയിൽ ആയിരക്കണക്കിന് സിഖുകാരെ കൂട്ടക്കൊല ചെയ്തത് കോൺഗ്രസ് ആണ്. എന്നാൽ അമരീന്ദർ സിംഗിനെ പോലുള്ള നേതാക്കൾ സിഖ് വിഭാഗത്തെ കലാപത്തിന് ശേഷവും കോൺഗ്രസിനൊപ്പം നിർത്തി. എന്നാൽ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് തന്നെ അടുത്ത കാലത്ത് ബി.ജെ.പി ആയി. ഇതിന് പിന്നാലെയാണ് ആയിരക്കണക്കിന് സിഖുകാർ പഞ്ചാബിലും ഡൽഹിയിലും ബി.ജെ.പിയിലേക്ക് അടുക്കുന്നത്. ജനം, ഡൽഹി. ഇന്ന് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറ്റം പറയുന്നവർ മുൻപ് ബാലറ്റ് കൊള്ളയടിച്ചവരാണെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. കർണാടകയിലും ഹിമാചലിലും വിജയിച്ചപ്പോൾ കോൺഗ്രസിന് വോട്ടിംഗ് മെഷീനെതിരെ പരാതിയില്ലായിരുന്നു. കോൺഗ്രസിന്റെ പ്രകടന പത്രിക രാജ്യവിരുദ്ധത നിറഞ്ഞതാണെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു. കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെതിരെ ആരോപണമുന്നയിക്കുന്ന പശ്ചാത്തലത്തിലാണ് മുൻപ് ബാലറ്റ് കൊള്ളയടിച്ചവരാണ് ഇന്ന് വോട്ടിംഗ് മെഷീനെതിരെ കുറ്റം പറയുന്നതെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വിമർശിച്ചത്. പരാജയങ്ങൾ നേരിടുമ്പോഴാണ് കോൺഗ്രസ് വോട്ടിംഗ് മെഷീനെ കുറ്റം പറയുന്നത്. ഹിമാചലിലും കർണാടകയിലും ജയം നേടിയപ്പോൾ കോൺഗ്രസിന് വോട്ടിംഗ് മെഷീൻ നല്ലതായിരുന്നുവെന്നും യോഗി പറഞ്ഞു. ജനങ്ങളെ വിഭജിക്കുന്നതും രാജ്യവിരുദ്ധത നിറഞ്ഞതുമാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രികയെന്നും അദ്ദേഹം പറഞ്ഞു. कांग्रेस का यह घोषणा पत्र देश के खिलाफ एक अन्याय पत्र है, देश के साथ एक धोखा है और इससे पूरे देशवासियों को सतर्क होना चाहिए कि अभी सत्ता से कोसों दूर हैं, लेकिन देश के लिए और देश की जनता के प्रति इनका क्या रवैया है. मुझे लगता है कि 5 चरणों के अगले चुनावों के लिए हमें कांग्रेस के इस घोषणा पत्र को ध्यान में रख करके अपना निर्णय जरूर करना चाहिए. വികസനം, ദേശീയ സുരക്ഷ, ക്ഷേമ പദ്ധതികൾ തുടങ്ങിയ വിഷയങ്ങളാണ് ബി.ജെ.പി ജനങ്ങൾക്ക് മുൻപിൽ വെക്കുന്നത്. ന്യൂനപക്ഷ സമുദായത്തിന് ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുമെന്ന കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം തെറ്റിദ്ധരിപ്പിക്കുന്നതും ജനങ്ങൾക്കിടയിൽ വിഭാഗീയത സൃഷ്ടിക്കുന്നതുമാണ്. ഇസ്ലാമികവൽക്കരണ അജണ്ടയ്ക്കൊപ്പം നിന്നുകൊണ്ട് വോട്ട് ബാങ്ക് നേടാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു. ജനം, ഡൽഹി. മഹാഭാരതം ഇവിടെ സമാപിക്കുകയാണ്. നമസ്തേ.